ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ച സംഭവത്തിൽ കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു. നിരപരാധികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന് നാണക്കേടാണ്. ഈ രാജ്യത്ത് ജീവിക്കാൻ കോടതിയിൽ ജാമ്യം ലഭിക്കേണ്ട അവസ്ഥയാണെന്നും എഴുത്തുകാരൻ KP രാമനുണ്ണി പറഞ്ഞു. കോഴിക്കോട് AKG ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഛത്തീസ്ഗഡിൽ ജയിലിലടക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് കന്യാസ്ത്രീകളുടെ മൗലിക അവകാശങ്ങൾക്കും ഭരണഘടനയ്ക്കുമെതിരായ കടന്നാക്രമണമാണെന്ന് സമ്മേളനം ഏകകണ്ഠമായി വിലയിരുത്തി. വർഗീയവാദികളെ ഒറ്റക്കെട്ടായി ഒറ്റപ്പെടുത്തേണ്ട സമയമാണിതെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി പറഞ്ഞു. പ്രസിഡന്റും ഹോം മിനിസ്റ്റർ അടക്കം ഇടപെട്ടാൽ കൂടി വയലൻ്റായിട്ട് നിൽക്കുകയാണ് വർഗീയതയുടെ അജണ്ടയും പറഞ്ഞുകൊണ്ട്. ഇതാണ് ഒരു ഏകാധിപത്യ ഭരണകൂടവും ഫാസിസ്റ്റ് ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം. ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് ക്രൂരമെന്ന് ഫാദർ വിൻസെന്റ് മോസസ് പറഞ്ഞു. 9 ദിവസം ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുകയും അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുകയും ചെയ്തത് എത്ര ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അതിന് നമ്മളെല്ലാവരും ഉത്തരം പറയേണ്ടുന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പ്രമേയം അവതരിപ്പിച്ചു. പരിപാടിയിൽ ഫാദർ റോയ് തെക്കുംകാട്ടിൽ, K അജിത, ഡോക്ടർ ഹുസൈൻ മടവൂർ, അലി അബ്ദുള്ള, KT കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.